ഫ്രണ്ട്സ്, ഞാൻ നിഷാദ് പി പോസിറ്റീവ് ഓൺലൈൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മത്സര പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. നമുക്ക് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെ, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷത്തിന് പ്രാധാന്യം കൊടുക്കണം. 1852 ഓഗസ്റ്റ് മാസം 26-നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത്. 1852 ഓഗസ്റ്റ് മാസം 26. ജനന സ്ഥലം ചോദിച്ചാൽ കൊല്ലങ്കോടാണ്. ഏതാണ്? കൊല്ലങ്കോടാണ് ജനന സ്ഥലം. കൊല്ലങ്കോട് ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ജില്ല ചോദിക്കാം, പാലക്കാട് ജില്ലയാണ്. ഏതാണ്? പാലക്കാട് ജില്ലയുടെ ഭാഗമായ കൊല്ലങ്കോട് ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണേത്? പാലക്കാടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ജനിച്ചത് 1852 ഓഗസ്റ്റ് മാസം 26-നാണ്. ജനന സ്ഥലം ചോദിച്ചാൽ കൊല്ലങ്കോട് എന്ന് അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത പോയിന്റിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം പരീക്ഷകൾക്ക് മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗോവിന്ദൻകുട്ടി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടിയാണെങ്കിൽ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ. ശ്രദ്ധിക്കുക, കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. അപ്പോൾ ഈ ഭാഗത്ത് നോക്കിയത് ബാല്യകാല നാമം നോക്കി ഗോവിന്ദൻകുട്ടി, യഥാർത്ഥ നാമം ചോദിച്ചാൽ കാരാട്ട് ഗോവിന്ദ മേനോനാണെന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്ന് പറയുന്നത് ഗോവിന്ദൻകുട്ടിയാണെന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് കാരാട്ട് ഗോവിന്ദ മേനോനാണെന്നും പറഞ്ഞു. അത് കൂടാതെ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകൾ കൂടി മത്സര പരീക്ഷകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഒന്ന്, പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. സിദ്ധമുനി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. മാത്രമല്ല നിരീശ്വരവാദികളുടെ ഗുരു അല്ലെ, ഗുരു ഓഫ് എത്തീസ്റ്റ് അല്ലെ, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക. പുരുഷ സിംഹം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ, ആലത്തൂർ സ്വാമി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ, സിദ്ധമുനി എന്നും നിരീശ്വരവാദികളുടെ ഗുരു എന്നും അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷ സിംഹം ബ്രഹ്മാനന്ദ ശിവയോഗി ആണെങ്കിൽ സിംഹള സിംഹം ആരാടെ? സി കേശവനാണ്. സിംഹള സിംഹം സി കേശവൻ. കേരള സിംഹമാണെങ്കിലോ അത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. പുരുഷ സിംഹം ബ്രഹ്മാനന്ദ ശിവയോഗി, സിംഹള സിംഹം സി കേശവൻ. കൂടാതെ ആലത്തൂർ സ്വാമി, സിദ്ധമുനി, നിരീശ്വരവാദികളുടെ ഗുരു എന്നെല്ലാം അറിയപ്പെട്ട നവോത്ഥാന നായകൻ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം സ്ഥാപിച്ച മതം ആനന്ദ മതം. ഏതാണ്? ആനന്ദ മതം. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ആനന്ദ മതമാണ് അല്ലെ. നമ്മുടെ വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച മതം ഏതാ? അയ്യാവഴിയാണ്. വൈകുണ്ഠസ്വാമികൾ നേതൃത്വം കൊടുത്ത മതം അയ്യാവഴിയും നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ചോദിച്ചാൽ ആനന്ദ മതവുമാണ്. മാത്രമല്ല ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മത്സര പരീക്ഷകൾ മാറി മാറി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അത് രൂപീകരിച്ച വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1918. അപ്പോൾ 1918 ആനന്ദ മഹാസഭ രൂപീകരിച്ചാൽ ചോദിക്കാം ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ഈ മേഖലയിൽ നോക്കിയ കാര്യങ്ങൾ, മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹം സ്ഥാപിച്ച മതം അറിയപ്പെടുന്നു ആനന്ദ മതം. ആനന്ദ മഹാസഭയുടെ സ്ഥാപകന് ചോദിച്ചാലും ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് 1918. അടുത്ത പോയിന്റിലേക്ക് എത്തിയാൽ 1893 ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു. ഏതാണ്? ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷമാണ് 1893. അപ്പൊ ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്ന ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ച ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ 1899
സ്ത്രീവിദ്യാപോഷിണി എന്ന ലഘുകാവ്യം രചിക്കപ്പെട്ട വർഷമാണ് 1899. മനസ്സിലാക്കുക. ശ്രീവിദ്യാഭൂഷണി എന്ന ലഘുകാവ്യം രചിക്കപ്പെട്ട വർഷം 1899. അപ്പോൾ ശ്രീവിദ്യാഭൂഷണി എന്ന ലഘുകാവ്യം ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ആരുമായി ബന്ധപ്പെട്ടതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കുക. സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യമാണ് സ്ത്രീവിദ്യാഭൂഷണി. സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി അവരെ മുൻപന്തിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം രചിക്കപ്പെട്ട ഒരു ലഘുകാവ്യമാണ് ശ്രീവിദ്യാഭൂഷണി. എന്നാൽ വിദ്യാഭൂഷണി എന്ന സഭയാണെങ്കിലോ, അല്ലെങ്കിൽ വിദ്യാഭൂഷണി സംഘടന ആരുടെ സ്ഥാപിച്ചത്? സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി എന്ന സംഘടന സ്ഥാപിച്ചത്. എന്നാൽ സ്ത്രീവിദ്യാഭൂഷണി എന്ന ലഘുകാവ്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കും ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി 1899 ഈ ഒരു ലഘുകാവ്യം രചിച്ചതെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോയാൽ, മോക്ഷപ്രദീപം എന്ന രചന മത്സര പരീക്ഷകളിൽ മാറി മാറി ചോദിക്കുന്ന മറ്റൊരു രചന. മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ചോദിക്കാം, മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പൊ മോക്ഷപ്രദീപ ഖണ്ഡനം ചോദിച്ചാൽ ചട്ടമ്പി സ്വാമി, മോക്ഷപ്രദീപമാണ് എന്ന് ചോദിക്കുന്നതെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ ആദ്യ കാവ്യം, ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച ആദ്യ കാവ്യമാണ് കൂടല്ലൂർ ഭഗവതി സ്തുതി. കൂടല്ലൂർ ഭഗവതി സ്തുതി ഇതാരുമായി ബന്ധപ്പെട്ട രചനയാണ് ചോദിക്കാം, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹം രചിച്ച ആദ്യ കാവ്യം കൂടിയാണ് ഇത് കൂടല്ലൂർ ഭഗവതി സ്തുതി എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വനവാസികളെയും ഭിക്ഷാടകരായ സന്യാസികളെയും ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ശ്രദ്ധിക്കുക, വനവാസികളെയും ഭിക്ഷാടകരായ സന്യാസികളെയും ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണം അറിയപ്പെടുന്നു സാരഗ്രാഹി. അപ്പൊ സാരഗ്രാഹി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം, അറിഞ്ഞിരിക്കുക, ബ്രഹ്മാനന്ദ ശിവയോഗി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ പരിശോധിച്ചാൽ ആനന്ദകുമ്മി അദ്ദേഹത്തിന്റെ രചനയാണ്. ജ്ഞാനകുമ്മി അദ്ദേഹത്തിന്റെ വർക്കാണ്. ജ്ഞാനകുമ്മിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു കൃതിയാണ് ജാതിക്കുമ്മി, അല്ലെ? ജാതിക്കുമ്മി, കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ജാതിക്കുമ്മി ചോദിച്ചാൽ പണ്ഡിറ്റ് KP കറുപ്പനാണ്. എന്നാൽ ജ്ഞാനകുമ്മി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആരായി മാറും? ബ്രഹ്മാനന്ദ ശിവയോഗി. ഒരിക്കൽ കൂടി പറയാം, ജ്ഞാനകുമ്മി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്നാൽ ജാതിക്കുമ്മി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആരായി മാറും? പണ്ഡിറ്റ് KP കറുപ്പനാവും. അതുപോലെ തന്നെ ആനന്ദ ഗണം, ആനന്ദ ഗുരുഗീത, ആനന്ദ ദർശനം. ഒരിക്കൽ കൂടി പറയാം, ആനന്ദ കുമ്മി, ജ്ഞാനകുമ്മി, ആനന്ദ ഗണം, ആനന്ദ ഗുരുഗീത, ആനന്ദ ദർശനം. ഇത് കൂടാതെ ആനന്ദ വിമാനം, ആനന്ദ സൂത്രം, വിഗ്രഹാരാധന ഖണ്ഡനം. ശ്രദ്ധിക്കുക, വിഗ്രഹാരാധന ഖണ്ഡനം, ശിവയോഗ രഹസ്യം, ശിവയോഗ രഹസ്യം, ആനന്ദ സോപാനം. ഒരിക്കൽ കൂടി പറയാം, ആനന്ദ വിമാനം, ആനന്ദ സൂത്രം, വിഗ്രഹാരാധന ഖണ്ഡനം, ശിവയോഗ രഹസ്യം, ആനന്ദ സോപാനം. ഇത്രയും കൃതികൾ ആരുമായി റിലേറ്റ് ചെയ്തതാണ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തിന്റെ മരണം 1929 സെപ്റ്റംബർ 10 1852 ഓഗസ്റ്റ് മാസം 26 ജനിച്ചു. 1929 സെപ്റ്റംബർ മാസം 10 ബ്രഹ്മാനന്ദ ശിവയോഗി മരണപ്പെടുന്നത് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ പൊതുവെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. നല്ലൊരു വിജയം ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. താങ്ക് യു.